പെങ്ങള് പോയി, അമ്മയെ പോയി, ഇതൊക്കെ ചികിത്സയും എല്ലാം കഴിച്ചിട്ട് ഒന്നും സമ്പാദ്യമായിട്ട് ബാക്കിയില്ല. അച്ഛൻ പോലും സമ്പാദിക്കുന്ന ദിവസം വീട്ടു ചെലവിന് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആരോഗ്യാവസ്ഥയിൽ വരും, എനിക്ക് പണിക്ക് പോകാൻ പറ്റും, എന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. വീടിന്റെ പണി ഞാൻ തീർത്തു തരും, നല്ല വീടുണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വീട് ഞാൻ ചെയ്യും. എന്നെ ഒന്ന് സഹായിച്ച് ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചു തരണം. എനിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് സങ്കടാവസ്ഥയിൽ വന്നപ്പോ ഞാൻ കരയാൻ ഞാൻ സമ്മതിക്കാണ്, ഞാൻ കൊണ്ടുപോകുന്നതാണ് എന്റെ അച്ഛനെ. ഇങ്ങനെ ഇപ്പൊ എനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സഹായം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ മാനിപുരം പറയേരിക്കണ്ടി വീട്ടിൽ താമസിക്കുന്ന ഒരു നാട്ടിലെ പ്രിയപ്പെട്ടവനായ ജയചന്ദ്രേട്ടന്റെ പ്രിയപ്പെട്ട മകൻ, വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ജിൻഡോ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ അതീവ ഗുരുതരമായി വൃക്കാസുഖത്താൽ വലിയ ഗുരുതരാവസ്ഥയിലാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി നിങ്ങളോട് സഹായം ചോദിക്കുന്നത്. 200ഓളം ഡാൻസ് ഞാൻ ചെയ്തു. പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, വീട്ടിലേക്കൊന്നും സഹായം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ളൂ. അച്ഛനും ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാരും ഒന്ന് സഹായിക്കണം. പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. വീട്ടിൽ വേറെ ആരുമില്ല അച്ഛനെ നോക്കാൻ, എല്ലാം നോക്കി വേറെ ആരുമില്ല. വീടിന്റെ ലോൺ അടയ്ക്കാനുണ്ട്, വണ്ടി ലോണിലാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. കഴിയുന്ന സമയത്ത് ഞാനും ചെയ്തിട്ടുണ്ട്. ശ്വാസതടസ്സമുള്ള സഹായിക്കണം. എനിക്ക് ആരുമില്ല വേറെ. ഇങ്ങനാണ് ഇതെല്ലാം. ഭാര്യ പോയി, ചെറിയ മോള് പോയി, എല്ലാരും എന്നെ വീട്ടിൽ പോവുക. ഇങ്ങനത്തെ മേഖലകളെല്ലാം കൂടി എനിക്ക് രക്ഷിച്ചു തരണം. ഞാൻ മാത്രമേ എനിക്ക് അറിയാം. ജീവന്റെ ജീവനായ ഭാര്യ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് 2015 മരണപ്പെട്ടു. SLE രോഗം ബാധിച്ച് ഈ ജയേട്ടന്റെ ഇളയ മകൾ ജിസ്മി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ 16 വയസ്സുള്ളപ്പോ നല്ല വോളിബോൾ താരം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജിസ്മി മോള് 2019 മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എല്ലാരും വിട്ടുപോയി. ഇവനും കൈവിടാ, പിന്നെ എന്റെ ജീവിതമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും എന്നെ സഹായിക്കണം. ഈ കൂപ്പുകൾ സാരില്ല, ചെണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നാട്ടുകാരെ നമ്മൾ സഹായിക്കും. ഇത്രയും ചെലവ് വരുന്ന അസുഖമാണെന്ന് അറിഞ്ഞ സമയത്ത് മരിച്ചു കളയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനും കൂടി ചെയ്യാൻ പറ്റാം. അച്ഛനാരും ഉണ്ടാവില്ല, വയസ്സായിട്ട് പ്രായമായി വരികയാണ്. കുറെ ആരോഗ്യ പ്രശ്നമുണ്ട് അച്ഛന്. ഞാൻ മാത്രം ഇവരെ നോക്കാൻ ഞാനായി. ആ സങ്കടം, ആ വേദന, തന്റെ ഭാര്യ പോയി, തന്റെ മകള് പോയി, അതിനുശേഷം തന്റെ കുടുംബത്തിന്റെ ആകെയുള്ള അത്താണിയായ 30 വയസ്സുള്ള ഈ ജിൻഡു ആണ് പ്രിയപ്പെട്ടവരെ ഇരുവൃക്കകളും തകരാറിലായി വല്ലാത്ത ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. ലുലു മാളിലെ ജോലിയായിരുന്നു, ഒമാൻ സലാലയിലായിരുന്നു ജോലി. അവിടെ നിന്നാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വന്നപ്പോ നാട്ടിലെത്തിയ ഈ പ്രിയപ്പെട്ടവൻ സാമൂഹിക പ്രവർത്തകനാണ്, കലാകാരനാണ്, നന്നായി തിരക്കഥ എഴുതുന്ന ആളാണ്, നാടക നടനാണ്. അത് മാത്രമല്ല, ഉള്ള സമയത്ത് തന്റെ രക്തം മറ്റുള്ളവരുടെ ജീവന് രക്ഷിക്കാൻ വേണ്ടി രക്തദാനം നടത്തിയ പ്രിയപ്പെട്ട വലിയ മനുഷ്യ സ്നേഹിയാണ്. പൊതിച്ചോറ് പാവപ്പെട്ട ആളുകൾക്ക് ആശുപത്രിയിൽ, ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് വിതരണം ചെയ്ത പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. ജീവിച്ചിരുന്നാൽ, ആരോഗ്യം വീണ്ടെടുത്താൽ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണേ. 35 ലക്ഷത്തിന് മുകളിൽ നമുക്ക് സമാഹരിക്കണം, വൃക്കകൾ മാറ്റിവെക്കണം. നിങ്ങളെല്ലാരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ സഹായിക്കണം. ഒരു നാട് ഒറ്റക്കെട്ടായി, മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല,
എല്ലാ ആളുകളും, ജനപ്രതിനിധികളും, പൊതുപ്രവർത്തകന്മാരും ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ്, മാനിപുരത്തുള്ള ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത് ഞങ്ങൾ നോക്കി, ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് സഹായത്തിന് വേണ്ടി നിങ്ങളെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത്. അള്ളാഹുവിനെ ഓർത്തു പിടിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ നാട്ടുകാരൻ ജിൻഡോ നമുക്കറിയാം, വളരെ പാവപ്പെട്ടവനാണ്. അവന്റെ അമ്മ നഷ്ടപ്പെട്ടു, അവന്റെ സഹോദരി നഷ്ടപ്പെട്ടു, അവന്റെ അച്ഛന് എപ്പോഴും നോക്കാനുള്ളത് ഈ ഒരു ഏക മകൻ മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മാനിപുരം മഹല്ല് ഖത്തീബാണ്. ഞങ്ങളുടെ നാട്ടിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള വളരെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനാണ് ജിൻഡോ. 30 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ഇടയിൽ ജീവിക്കേണ്ട ആളാണ്. നമുക്ക് അവനെ രക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജിൻഡോയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, മാനിപുരത്തിന്റെ പൊന്നാമനപുത്രനായ യുവാവായ 30 വയസ്സ് മാത്രം പ്രായമുള്ള ജിൻഡോയുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്വന്തം കാര്യം പോലും നോക്കാതെ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട ഇവനെ സഹായിക്കാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചു. വളരെയധികം സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടുള്ള കുടുംബമാണ് ഇത് ജിൻഡോവിൻ്റെത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല ഞങ്ങളെ നാട്ടുകാർക്ക് ജിൻഡോയെ സഹായിക്കാൻ. അതുകൊണ്ട് എല്ലാ ആളുകളും ഞങ്ങളുടെ ജിൻഡോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി സഹായിക്കുകയും ഞങ്ങളോടൊപ്പം നിന്ന് അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നു. അസ്സലാമലൈക്കും. സഹായിക്കണം, എല്ലാം പാവാണ് മോനെ സഹായിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ ജിൻഡോയെ സഹായിക്കണം. എത്രയും പെട്ടെന്ന് അവൻ സുഖമായി വരാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പിന്തുണയും ആവശ്യമുണ്ട്. ഇത് ഈ ഒരു നാടിൻ്റെ അപേക്ഷയാണ്. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ ഞങ്ങൾ എല്ലാ ആളുകളും ഇവിടെ ഒത്തുകൂടിയിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങളെ ആ ജിൻഡോന്റെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് പരിധിക്ക് അപ്പുറത്താണ് അതിന്റെ ചെലവുകൾ പലതും വരിക. അതുകൊണ്ട് തന്നെ എല്ലാ സുമനസ്സുകളുടെയും പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് പ്രവാസികളോട് പറയാനുള്ളത്, ഞങ്ങളെ നാട്ടിലെ ഒരു ഓട്ടോ തൊഴിലാളിയായ ജേട്ടന്റെ മോനാണ് ജിൻഡോ. ഞങ്ങളെല്ലാവരെയും കണ്ണിരുണ്ണിയാണ്. അവനെ രക്ഷിക്കണോ? നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്, അവനെ രക്ഷിക്കണം. നാട് എല്ലാവരും കൂടിയിട്ടുണ്ട്, നാട്ടിലെല്ലാവരും ഒരു മാനസിക ടെൻഷനിലാണ് നിൽക്കുന്നത്. എല്ലാവരുടെയും ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾ നിങ്ങളിത് കാണാതെ പോയാൽ, നിങ്ങൾ അവഗണിച്ച് കളഞ്ഞാൽ ആ പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ പ്രിയപ്പെട്ടവൻ പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെട്ടാൽ അതൊരു വേദനയായി മാറും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണേ പ്രിയപ്പെട്ടവർ.